T20 News. നമസ്കാരം, ബ്രില്യന്റ് എൻട്രൻസ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം ഇന്നത്തെ പ്രധാന വാർത്തകളിലേക്ക്. കീം 2025 റാങ്ക് നിർണയത്തിലെ അപാകതകൾക്ക് ഇനി എന്ന് പരിഹാരം. അമൃത എഞ്ചിനീയറിംഗ് എൻട്രൻസിനായി 2 അവസരങ്ങൾ. നീറ്റ് PG അലോട്ട്മെന്റ് 2 റൗണ്ടുകൾ പൂർത്തിയായി. ICAR അഗ്രികൾച്ചർ പ്രവേശനം CUET UG സ്കോറിന്റെ അടിസ്ഥാനത്തിൽ. 2025 കേരള എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാം ഏപ്രിൽ മാസം 24-ാം തീയതി മുതൽ 28 വരെയാണ് നടക്കുന്നത്. ഇതിന്റെ പ്രോസ്പെക്ടസ് ജനുവരിയിൽ പബ്ലിഷ് ചെയ്യും. നമുക്കറിയാം, റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കാൻ +2-ന്റെയും മാർക്ക് പരിഗണിക്കുന്ന ഇന്ത്യയിലെ ഒരേ ഒരു എൻട്രൻസ് സ്കീമായിരിക്കും. 50% മാർക്ക് എൻട്രൻസിന്റെയും 50% മാർക്ക് +2-ന്റെയും പരിഗണിച്ചാണ് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത്. റാങ്ക് നിർണയവുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് സിലബസ് വിദ്യാർത്ഥികൾ വലിയ പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ട്. ഇതിന്റെ വിശദാംശങ്ങൾ ഉൾപ്പെടുത്തി നിഖിൽ ഷാജി തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. കേരളത്തിലെ വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ ആവേശത്തോടെ എഴുതുന്ന എൻട്രൻസ് എക്സാമുകളിൽ ഒന്നാണ് കീം കേരള എഞ്ചിനീയറിംഗ് എക്സാം. മറ്റ് പ്രമുഖ എക്സാമുകളായ JEE, നീറ്റ്, CUET, കുസാറ്റ് തുടങ്ങിയ എൻട്രൻസ് എക്സാമുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ കീമിനുള്ള ഏറ്റവും വലിയ പ്രത്യേകത എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കീം എക്സാമിൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിൽ +2 മാർക്കിനും അതുപോലെ തന്നെ എൻട്രൻസ് എക്സാമിൻ്റെ സ്കോറിനും തുല്യ പരിഗണന ലഭിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ വർഷത്തെ റിസൾട്ട് ഒന്ന് പരിഗണിക്കുകയാണെങ്കിൽ 100% സ്കോർ നേടിയ 6 വിദ്യാർത്ഥികൾ കേരളത്തിലുണ്ട്. ആ 6 വിദ്യാർത്ഥികളും പാലാ ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്ററിലെ വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു. ആ 6 വിദ്യാർത്ഥികളിൽ 4 പേർ CBSEക്കാരും 2 പേർ സ്റ്റേറ്റ് സിലബസിലുള്ളവരുമാണ്. CBSE സിലബസിലുള്ളവർ കേരള എഞ്ചിനീയറിംഗ് റാങ്ക് യഥാക്രമം 1, 2, 3, 4 റാങ്കുകൾ സ്വന്തമാക്കിയപ്പം സ്റ്റേറ്റ് സിലബസിലുള്ള വിദ്യാർത്ഥികൾ സ്വന്തമാക്കിയ റാങ്കാണ് ഈ ഒരു ചോദ്യത്തിൻ്റെ, ഈ ഒരു പ്രശ്നത്തിൻ്റെ രൂക്ഷത നമുക്ക് വ്യക്തമാക്കി തരുന്നത്. സ്റ്റേറ്റ് സിലബസിൽ ഫുൾ മാർക്ക് +2-ന് സ്വന്തമാക്കിയ വിദ്യാർത്ഥി സ്വന്തമാക്കിയ കീം റാങ്ക് എന്ന് പറയുന്നത് 25 ആണ്. അതുപോലെ തന്നെ +2 ബോർഡ് എക്സാമിന് കേവലം 1 മാർക്ക് മാത്രം നഷ്ടപ്പെട്ട വിദ്യാർത്ഥി സ്വന്തമാക്കിയ കീം റാങ്ക് എന്ന് പറയുന്നത് 84 എന്നുള്ളതാണ് ഈ ഒരു പ്രശ്നത്തിൻ്റെ രൂക്ഷത വ്യക്തമാക്കുന്നത്. വിദ്യാർത്ഥികളുടെ കുറ്റം കൊണ്ടല്ലാതെ അവർ തിരഞ്ഞെടുത്തത് സ്റ്റേറ്റ് സിലബസ് ആണ് എന്നതിൻ്റെ പേരിൽ മാത്രം തങ്ങളുടെ റാങ്ക് നഷ്ടപ്പെടുന്ന, റാങ്ക് കുറയുന്ന സാഹചര്യമാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കേവലം ആദ്യത്തെ 6 റാങ്കുകൾ മാത്രം പരിഗണിച്ചപ്പോഴാണ് ഈ ഒരു വസ്തുത എന്നുള്ളത് നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. അതുപോലെ തന്നെ 1000-ഉം 10,000-ഉം 20,000-ഉം റാങ്ക് നേടിയ വിദ്യാർത്ഥികൾ അനുഭവിക്കുന്ന അനീതി ഇതിലധികമായിരിക്കും എന്നുള്ളതിന് ആർക്കും ഒരു സംശയവും വേണ്ട. കേരളത്തിലെ ഏറ്റവും പ്രമുഖമായ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ അഡ്മിഷൻ നേടാനും അതുപോലെ തന്നെ ഫീസ് ഇളവ് നേടാനുമൊക്കെ ഈ ഒരു റാങ്ക് കൂടുതൽ സഹായകരമാണ് എന്നത് ഓർക്കുമ്പോഴാണ് ഓരോ വിദ്യാർത്ഥികളും നേരിടുന്ന അനീതി നമുക്ക് വ്യക്തമാകുന്നത്. കേരളത്തിലെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അഡ്മിഷന് വേണ്ടിയും അതുപോലെ തന്നെ ഫീസ് ഇളവിന് വേണ്ടിയും പരിഗണിക്കപ്പെടുന്ന റാങ്ക് ലിസ്റ്റാണ് ഇത് എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിൻ്റെ തീവ്രത വ്യക്തമാക്കുന്നത്. ഇന്ത്യയിലെ മറ്റ് പ്രമുഖ എൻട്രൻസ് എക്സാമുകൾ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ നീറ്റ്, JEE, CUET, കുസാറ്റ് തുടങ്ങിയ എൻട്രൻസ് എക്സാമുകൾക്കൊന്നും +2-ന്റെ മാർക്ക് പരിഗണിക്കുന്നില്ല. ആ ഒരു സാഹചര്യത്തിൽ എന്തിനാണ് കീം എക്സാമിന് വേണ്ടി മാത്രം +2 മാർക്ക് പരിഗണിക്കുന്നത് എന്നുള്ള ന്യായമായ ചോദ്യമാണ് വിദ്യാർത്ഥികൾ കേരളത്തിലെ എൻട്രൻസ് കമ്മീഷണറോടും അതുപോലെ തന്നെ സർക്കാരിനോടും ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. അമൃത വിശ്വവിദ്യാപീഠത്തിന് കീഴിലുള്ള അമൃത സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് നടത്തുന്ന BTech കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ 2 അവസരങ്ങൾ. വിശദാംശങ്ങൾ കാണാം. ഇന്ത്യയിലെ മുൻനിര എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരീക്ഷകളിലൊന്നായ അമൃത എഞ്ചിനീയറിംഗ് എൻട്രൻസിന് 2 അവസരങ്ങളാണ് ലഭിക്കുന്നത്. ഓൺലൈൻ മോഡിൽ നടക്കുന്ന എക്സാമിൻ്റെ ആദ്യ സെഷൻ ഫെബ്രുവരി 1, 2 തീയതികളിലും രണ്ടാമത്തെ സെഷൻ ഏപ്രിൽ അവസാനവും നടക്കും. ആദ്യ സെഷൻ പരീക്ഷയുടെ മാർക്ക് രണ്ടാമത്തെ സെഷനിലൂടെ ഇംപ്രൂവ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വീണ്ടും അപേക്ഷ സമർപ്പിക്കാം. ഈ റാങ്കിൻ്റെ അടിസ്ഥാനത്തിൽ അമൃതയുടെ 5 ക്യാമ്പസുകളിലാണ് BTechന് പ്രവേശനം ലഭിക്കുന്നത്. ബാംഗ്ലൂർ, ചെന്നൈ, കോയമ്പത്തൂർ, അമരാവതി, അമൃതപുരി എന്നീ എഞ്ചിനീയറിംഗ് കോളേജുകളിലെ പ്രവേശനത്തിനാണ് amrita.edu എന്ന വെബ്സൈറ്റ് വഴി ഇപ്പോൾ ഓൺലൈൻ അപേക്ഷകൾ സമർപ്പിക്കുവാൻ സാധിക്കുന്നത്. അമൃത സ്വന്തമായി നടത്തുന്ന ഈ പ്രവേശന പരീക്ഷ കൂടാതെ JEE റാങ്ക് അനുസരിച്ചും BTech പ്രോഗ്രാമുകൾക്ക് പ്രവേശനം ലഭിക്കും. ന്യൂസ് ഡെസ്ക്, ബ്രില്യൻറ്റ് പാലാ. 2024 നീറ്റ് PGയുടെ 2ാം റൗണ്ട് അലോട്ട്മെന്റും പൂർത്തിയായിരിക്കുകയാണ്. പ്രവേശന നടപടികളെ സംബന്ധിച്ച് തോമസ് G. വേലം തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 2024 നീറ്റ് PGയുടെ ഓൾ ഇന്ത്യ തലത്തിലും കേരള തലത്തിലുമുള്ള 2 റൗണ്ട് അലോട്ട്മെന്റുകൾ പൂർത്തിയാവുകയാണ്. വിദ്യാർത്ഥികളുടെയും സംസ്ഥാനങ്ങളുടെയും ആവശ്യപ്രകാരം ഓൾ ഇന്ത്യ കോട്ടയിൽ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്കും ഡിസംബർ 26 വരെ രജിസ്ട്രേഷൻ ഫീസ് നഷ്ടപ്പെടുത്തിക്കൊണ്ട് പ്രവേശനം റദ്ദാക്കി സ്റ്റേറ്റ് കോട്ടയിലേക്ക് മടങ്ങുവാൻ ഈ വർഷം അവസരമുണ്ട്.
2 റൗണ്ടുകൾ പൂർത്തിയാകുമ്പോൾ ഓൾ ഇന്ത്യ തലത്തിൽ ജനറൽ വിഭാഗത്തിൽ 2684 റാങ്ക് വരെ MD റേഡിയോ ഡയഗ്നോസിസിനും 4660 റാങ്ക് വരെ MD ജനറൽ മെഡിസിനും സീറ്റുകൾ ലഭിച്ചു. എന്നാൽ കേരളത്തിൽ ജനറൽ മെഡിസിന് ഗവൺമെന്റ് മെഡിക്കൽ കോളേജുകളിൽ 1464 റാങ്ക് വരെയും സ്വകാര്യ മെഡിക്കൽ കോളേജുകളിൽ 17923 റാങ്ക് വരെയുമാണ് പ്രവേശനം ഇതുവരെ ലഭിച്ചിരിക്കുന്നത്. 2ാം റൗണ്ടിൽ കേരളത്തിൽ പ്രവേശനം ലഭിച്ചവർ ഡിസംബർ 28-നകം പ്രവേശന നടപടികൾ പൂർത്തിയാക്കണം. BSc അഗ്രികൾച്ചർ ഉൾപ്പെടെ വിവിധ പ്രോഗ്രാമുകളിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കായി CUET എക്സാം മെയ് മാസം നടക്കും. വിവരങ്ങൾ അറിയാം. ഇന്ത്യൻ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള BSc അഗ്രികൾച്ചർ ഉൾപ്പെടെ 11 പ്രോഗ്രാമുകൾക്ക് CUET-യുടെ നോർമലൈസ്ഡ് സ്കോറാണ് ഉപയോഗിക്കുന്നത്. 2025-ലെ CUET എക്സാം മെയ് 15-ന് ശേഷം ഓൺലൈനായി നടക്കും. ICAR പ്രവേശനത്തിന് CUET-യുടെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് വിഷയങ്ങളുടെ നോർമലൈസ്ഡ് സ്കോർ ആയിരിക്കും പരിഗണിക്കുക. 52 അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളിലെ അഗ്രികൾച്ചർ, ഹോർട്ടിക്കൾച്ചർ, സെറികൾച്ചർ, ബിടെക് എഞ്ചിനീയറിംഗ് ഉൾപ്പെടെ 11 കോഴ്സുകളിലേക്കുള്ള 15% പ്രവേശനം CUET മുഖേനയാണ്. ഓൺലൈൻ ആപ്ലിക്കേഷൻ exams.nta.ac.in/CUET-UG എന്ന വെബ്സൈറ്റ് വഴി അപേക്ഷിക്കാം. 2024-ൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്തമാറ്റിക്സ് എന്നിവ ഓഫ്ലൈനായിട്ടാണ് നടത്തിയിരുന്നതെങ്കിൽ 2025-ൽ നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഇത് ഓൺലൈൻ പരീക്ഷയാക്കി മാറ്റിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് ബ്രില്യൻ പാല. വിദ്യാഭ്യാസ രംഗത്തെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണാം. നന്ദി.